ഒരിക്കൽ കൂടി വേദനിപ്പിക്കുന്നതിന് ക്ഷമ ചോദിക്കാൻ അർഹതയുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും എനിക്ക് പോയേ പറ്റുമില്ല. ഇക്കുറി പ്രയാഗിലെ കുംഭമേള കാണാനല്ല, ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിലെ ആ പഴയ ഉദ്യോഗം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കരൻകുട്ടി മാഷിന്റെ നല്ല മനസ്സ് എന്റെ പ്രാർത്ഥന. വൈകിട്ട് തിരിച്ചെത്തി അപ്പോഴേക്കും കുളിച്ചു കൊടുത്തു മാറ്റി നല്ല പൂച്ചക്കുട്ടിയായിരിക്കണം. നമുക്ക് ഇടം വരെ പോകാനുണ്ട്. എല്ലാം മറന്ന് ഒരു തീർത്ഥയാത്ര, പ്രണയത്തിന്റെ തീർത്ഥയാത്ര. ഭരതൻ ഇപ്പോൾ ഒരു പ്രമുഖ സംസ്കൃത കോളേജിന്റെ പ്രിൻസിപ്പലാണ്. വർഷങ്ങളുടെ അധ്യാപന പരിചയവും പാണ്ഡിത്യവും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് ഉയർത്തി. മീരയുടെ സ്നേഹവും കരുതലും അദ്ദേഹത്തിന്റെ പഴയ മാനസിക ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ സഹായിച്ചു. ഇന്നവർ മകനോടൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ്. ഇതിനിടെ രുക്മാവതി അമ്മ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരണപ്പെടുന്നു. അനിയൻ പ്രഭാകരനും ഭാര്യയും മക്കളും തറവാട്ടിൽ തന്നെയുണ്ട്. ഭാമ ഇപ്പോൾ ഒരു സ്കൂൾ അധ്യാപികയാണ്. പരമേശ്വരൻ സ്വന്തമായൊരു ബിസിനസ് നടത്തുന്നു. എന്നാൽ ബിസിനസ് അത്ര വിജയകരമൊന്നുമല്ല. അവർക്കൊരു മകളാണുള്ളത്, അഭിരാമി. ഒരു കാലത്ത് അവഗണിക്കപ്പെട്ടിരുന്ന ഭരതൻ ഇന്ന് പ്രിൻസിപ്പൽ പദവിയിലെത്തിയതും സാമ്പത്തികമായി ഉയർന്നതും കാരണം ശങ്കരൻകുട്ടി മാസ്റ്ററുടെയും കുടുംബത്തിന്റെയും കണ്ണിൽ ഭരതന്റെ സ്ഥാനവും വിലയും വളരെയേറെ ഉയർന്നിരുന്നു. അഭിരാമിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. പരമേശ്വരന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അഭിരാമിയുടെ വിവാഹം മുടങ്ങുമെന്ന സാഹചര്യമുണ്ടായി. ആ വിഷമത്തിൽ ശങ്കരൻകുട്ടി മാസ്റ്റർ ഭരതനെ സമീപിച്ച് വിവാഹം നടത്താൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്വന്തം മകളെ പോലെ കരുതുന്ന അഭിരാമിയുടെ വിവാഹം മുടങ്ങരുതെന്ന് ഉറപ്പിച്ച ഭരതൻ ആ വിവാഹത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുക്കുന്നു. വിവാഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വീട്ടിൽ ആഘോഷത്തിന്റെ തിരക്കുകൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് കടബാധിതവുമായി ബന്ധപ്പെട്ട കേസിൽ പരമേശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ സംഭവം വിവാഹത്തെ ബാധിക്കരുതെന്ന് ഭരതൻ തീരുമാനിക്കുന്നു. പരമേശ്വരന്റെ അറസ്റ്റിന്റെ വിവരം പുറത്തറിയിക്കാതെ എല്ലാ ഉത്തരവാദിത്തവും സ്വയം ഏറ്റെടുത്ത് അദ്ദേഹം മുന്നിൽ നിന്ന് അഭിരാമിയുടെ വിവാഹം ഭംഗിയായി നടത്തുന്നു. പരമേശ്വരൻ എവിടെയാണെന്ന് ചോദിച്ച ആളുകളോട് പരമേശ്വരന് പെട്ടെന്ന് ഒരു അസുഖം വന്നതിനാൽ ആശുപത്രിയിലാണെന്നും അതുകൊണ്ടാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്നും പറയുന്നു. ഇത് മുന്നിൽ നിന്ന് എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടത്തി. സ്വന്തം അനിയത്തിയുടെ വിവാഹത്തിൽ നിന്നും മനഃപൂർവ്വം തന്നെ മാറ്റി നിർത്തിപ്പെട്ടതിന്റെ വേദന ഇന്നും ഭരതന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു കർമ്മഫലം പോലെ ഇന്നൊരു പരമേശ്വരന് സ്വന്തം മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയി. ഒരു നിമിഷം ഈ ചിന്ത ശങ്കരൻകുട്ടി മാസ്റ്ററുടെ മനസ്സിൽ മിന്നിമാഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞുടൻ തന്നെ ഭരതൻ പോലീസ് സ്റ്റേഷനിലെത്തി പരമേശ്വരന്റെ കേസിന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നു. സ്വന്തം സമ്പാദ്യവും സുഹൃത്തുക്കളുടെ സഹായവും ഉപയോഗിച്ച് കടങ്ങൾ തീർക്കുകയും നിയമ നടപടികൾ പൂർത്തിയാക്കി പരമേശ്വരനെ പുറത്തിറക്കുകയും ചെയ്തു.